Today's topic is imagery. First of all, come to the definition. Imagery is the use of a descriptive language that appeals to our five senses to create a mental picture. അതായത് നമ്മളൊരു കഥ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫിലിം കാണുമ്പോൾ നമ്മളിൽ ചില മെൻ്റൽ പിക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് റൈറ്റേഴ്സ് ഉപയോഗിക്കുന്ന ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ്, അതാണ് ഇമേജറി എന്ന് പറയുന്നത്. മെൻ്റൽ പിക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു വിഷ്വൽ തന്നെ ആവണമെന്നില്ല. അതൊരു ശബ്ദമാവാം, അല്ലെങ്കിൽ ഒരു സ്മെല്ലാകാം, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ആവാം, അല്ലെങ്കിൽ നമുക്ക് ടച്ച് ചെയ്യുന്ന ഫീലിംഗ് ആവാം. ഇതിൽ ഏതായാലും അതൊരു മെൻ്റൽ പിക്ചറാണ്. ദാറ്റ് മീൻസ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമേജറി. ആൻഡ് ഫസ്റ്റ് വൺ ഈസ് വിഷ്വൽ ഇമേജറി. വിഷ്വൽ ഇമേജറി എന്ന് പറയുന്നത് വാട്ട് വി സീ, ദറ്റ് ഈസ് വിഷ്വൽ ഇമേജറി. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് തന്നെ എടുത്താൽ ആ ടൈറ്റിൽ തന്നെ ആ ഒരു വിഷ്വൽ ഇമേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് വയസ്സായ ഒരു മനുഷ്യൻ ചിറകുകളൊക്കെ ആയിട്ടുള്ള, പിന്നെ അയാൾ ചെളിയിൽ പുതഞ്ഞു കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കരയുക എന്നുള്ളത് ഒരു ഗ്രോണിങ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്രൈയിങ് എന്നോ വിപ്പിങ് എന്നോ അല്ല, ഗ്രോണിങ് എന്ന്, അതായത് ഞരങ്ങുകയോ മൂളുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ശബ്ദം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഓഡിറ്ററി ഇമേജ്. ഇനി ചില കഥകൾ വായിക്കുമ്പോൾ അവിടെ സ്മെല്ലായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിന് ഓൾഫാക്ടറി ഇമേജ് എന്ന് പറയും. ടേസ്റ്റാണ് ഫീൽ ചെയ്യുന്ന തരത്തിലാണെങ്കിൽ ഗസ്റ്റേറ്ററി ഇമേജ് എന്ന് പറയും. അതേസമയം നമുക്കൊരു ടച്ച് ചെയ്യുന്ന, ഇപ്പോൾ കാറ്റൊക്കെ വന്ന് നമ്മുടെ ദേഹത്ത് തട്ടിയതായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പൊള്ളലേറ്റ് ഒരു ബേണിങ് സെൻസേഷൻ തോന്നുക, ഇതൊക്കെ ടാക്റ്റൈൽ ഇമേജിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇത് ഓരോ സ്റ്റോറി വായിക്കുമ്പോഴും നമുക്കത് ഫീൽ ചെയ്യണം. അതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജിൻ്റെ യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമേജറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഇമേജറീസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ റൈറ്റേഴ്സൊക്കെ അത് യൂസ് ചെയ്ത ഒരു സീക്രട്ട് സോഴ്സ് എന്ന് പറയാൻ പറ്റും. അതൊരു സീക്രട്ട് സോഴ്സ് ദാറ്റ് ദ റൈറ്റേഴ്സ് യൂസ് ടു മേക്ക് ദ സ്റ്റോറി കം എലൈവ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ എന്തിനാണ് നമ്മൾ ഇമേജറീസൊക്കെ കുറിച്ച് നമ്മളെന്തിനാണ് അറിയുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് നന്നായിട്ടൊരു സ്റ്റോറി എൻജോയ് ചെയ്യുന്നതിന് ഇതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് വേണം. നോളജ് ഈസ് ദ ബേസിസ് ഓഫ് എൻജോയ്മെൻ്റ് എന്നാണ് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു കർണാട്ടിക് മ്യൂസിക്കൊക്കെ എൻജോയ് ചെയ്യുന്നത് ആ മ്യൂസിക് അറിയാവുന്നവർക്കാണ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെയാണ് സ്റ്റോറീസ് എഴുതുമ്പോൾ അല്ലെങ്കിൽ പോംസ് എഴുതുമ്പോൾ അതിൻ്റെ ഓരോന്നിനകത്തും റൈറ്റേഴ്സ് ഉപയോഗിക്കുന്ന ടെക്നിക്കിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് നമുക്ക് ആ കാര്യത്തെ നന്നായിട്ട് എൻജോയ് ചെയ്തു പോകാൻ സഹായിക്കും. അപ്പോൾ ഇമേജറിയെക്കുറിച്ചൊരു ധാരണ കിട്ടിയാൽ അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്തതാണ്. ഓക്കെ.